ഹലോ. അപ്പം ഇന്ന് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്, ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പം വേറെ ആരും വരുന്നില്ല, ഞാനും അനുചേട്ടനുമാണ് പോകുന്നത്. മാമിച്ചി ചോറ് തന്നു കേട്ടോ. ഞാൻ ഇവിടെ പറഞ്ഞേ, നല്ല ചീരത്തോരനും മെഴുക്കുവരട്ടിയും ഒക്കെ ഉണ്ട്. ആ മാങ്ങോ, നീ ഇങ്ങോട്ട് പാടാം. തിന്നുന്നേനാ കണ്ടോ ചുടച്ചിട്ടങ്ങ് കിടന്ന്. ഇംഗ്ലീഷായിരിക്കും. എടീ പറയിടാൻ പറഞ്ഞേടി, നമുക്ക് ലാഴ്ചയായിരിക്കും. അങ്ങനെ കുറച്ചു നേരം അവരോടൊക്കെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉത്സവം കാണാൻ വേണ്ടി അമ്പലത്തിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇപ്രാവശ്യം അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൂപ്പനും അമ്മയൊന്നും ഉത്സവത്തിന് വരത്തില്ല. പിന്നെ അമ്മ ആ ഉത്സവത്തിന് വരാറുള്ളത്. പിന്നെ അനിയത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ലായ്മയുണ്ട്. പിന്നെ നമ്മുടെ ചെട്ടിയാരുമുക്ക് ജംഗ്ഷനാണ്, ഇവിടെ നിന്നാണ് കാളയൊക്കെ അമ്പലത്തിലോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ കുറച്ചു നേരം കാളയൊക്കെ പോകുന്നതും ഇങ്ങനത്തെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടതിന് ശേഷം പിന്നെ നമ്മളിനി അമ്പലത്തിലോട്ട് പോകുക കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേന് ഇത് കറങ്ങി തിരിഞ്ഞ് അമ്പലത്തിലോട്ട് തന്നെ വരും. അപ്പം നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പോൾ ഇങ്ങനെ ജീവിതം എല്ലാ കാളയുടെ മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, അതൊക്കെ കണ്ട്. നമ്മുടെ ഈ ഭാഗത്തോട്ട് മൊത്തം കാളക്കുട്ടന്മാരാണ് കേട്ടോ. ഇവിടെ മൊത്തം കാള എഴുന്നള്ളിപ്പാണ്. നമ്മുടെ അതായത് കൊല്ലം സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ ആനയൊക്കെ എഴുന്നള്ളിപ്പ്. നമ്മൾ പണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ആനയും അങ്ങനെയൊക്കെ ആയിരുന്നു കാണുന്നത്. ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ കാള, മലതടയിലാണ് ഏറ്റവും കൂടുതൽ കാള ഇറങ്ങുന്നത്. അങ്ങനെ ചെറിയ ഒരു 3-4 കാളകളുണ്ടായിരുന്നു. പിന്നെ ഫ്ലോട്ട് ഒരു 3-4 ഫ്ലോട്ട് ഉണ്ടായിരുന്നു. പിന്നെ താടി വെച്ച ശിവനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾ ചിരിച്ച്, നല്ല രസമായിരുന്നു. മൊത്തത്തിൽ ഉത്സവം ഭയങ്കര കളറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു.